ഹലോ. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ മാറ്റം പണ്ടുമുതലേ ഉള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മുടെ കാലഘട്ടം സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും നല്ലൊരു തലമുറ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനാണ്. അതിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരും ഉൾപ്പെട്ടേക്കാം. ഒരുപാട് വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും മക്കളെ പഠിപ്പിച്ച ഒരു തലമുറ, മക്കളെ വളർത്തുന്നത് ജീവിതപ്രദമായി സ്വീകരിച്ച ഒരു തലമുറ. അവർക്ക് പ്രത്യേകിച്ച് ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഇല്ല. അന്തസ്സും അഭിമാനവുമാണ് ഏറ്റവും വലിയ ധനമെന്ന് അവരുടെ ഇല്ലായ്മയിലും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തലമുറയാണ് ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്തൊരു തലമുറ. സത്യത്തിൽ മൃഗങ്ങളെപ്പോലെ അവർ പണിയെടുത്തിട്ടുണ്ട്. പാടവരമ്പത്ത്, ഫാക്ടറികളിൽ, കടൽ തീരങ്ങളിൽ, പുഴയോരങ്ങളിൽ എന്നുവേണ്ട ഏത് തൊഴിലിടങ്ങളിലും അവർ ആത്മാഭിമാനം കളയാതെ ജോലിയെടുത്തിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, ഇല്ലായ്മയിലും കുറവുകളിലും അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായിരുന്നു. അവർ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നു. അവർക്ക് സൗഹൃദ കൂട്ടായ്മകളുണ്ടായിരുന്നു. അവർക്ക് ബന്ധങ്ങളെ വിലവെച്ച് പരസ്പരം സഹവർത്തിത്വ മനോഭാവത്തോടുകൂടെ നീങ്ങേണ്ടതിൻ്റെ ആവശ്യകത അറിയാമായിരുന്നു. ജാതിയും മതവും വർണ്ണവും ഒന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നില്ല. അവരിൽ പലരും പുതുതലമുറയ്ക്ക് പഴഞ്ചന്മാരാണ്. അവർ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന പാഴ്ജന്മങ്ങളാണ്. അവഗണിക്കപ്പെടുന്ന മനുഷ്യജന്മങ്ങളാണ്. വലിയ സഹനങ്ങൾക്കും കണ്ണീരിനും അധ്വാനങ്ങൾക്കുമപ്പുറം ആത്മാഭിമാനം മാത്രം അവശേഷിപ്പിച്ച് അവർ ആർക്കും ഒരു ശല്യമായി തീരാതെ ഓരോരുത്തരായി അവർക്ക് നൽകപ്പെട്ട വേഷങ്ങൾ ആടിത്തീർത്ത് ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. അവർ രൂപം കൊടുത്തതും അവർ കണ്ടുപിടിച്ചതും അവരുടെ നേട്ടങ്ങളുമൊക്കെ വലിയ അധ്വാന ഭാരങ്ങളില്ലാതെ പുതുതലമുറ ആശ്ലേഷിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അത് നല്ലതുമാണ്. പക്ഷേ അവർ പണിതുയർത്തിയ അടിസ്ഥാനത്തിന്മേലാണ് പുതുതലമുറ വലിയ കായികാധ്വാനമോ മാനസികാധ്വാനമോ ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. അവരുടെ വില നമ്മൾ എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ അവരുടെ കണ്ണീരിൻ്റെ ഉപ്പ് കലർന്ന ആഹാരമാണ് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ബുദ്ധിയെ വളർത്തിയത്. ഇന്ന് അവരിൽ പലരും നമുക്ക് ഭാരമാണ്. നമുക്ക് വേണ്ടി അധ്വാനിച്ച കൈത്തഴമ്പുകളാണ്, ശരീരത്തിലേറ്റ വടുക്കളാണ് കാലം അവർക്ക് നൽകിയ അവാർഡുകൾ. അവരിൽ പലരും പരാതികൾ പറയാതെ കടന്നുപോയവരാണ്. അധ്വാനിച്ച് വിയർപ്പു തുന്നിയ കുപ്പായം അവരാണ് ശരിക്കും അണിഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയെ സ്വപ്നം കണ്ടത് അവരിൽ പലരുമാണ്. വേദനയും ഞെരുക്കങ്ങളും അറിയാതെ നമ്മെ വളർത്തിയതും അവരാണ്. എന്നിട്ടും എത്ര വേഗത്തിലാണ് നമ്മൾ അവരെ മറക്കുന്നത്. ബന്ധങ്ങൾക്ക് വിലവയ്ക്കാതെ എത്രത്തോളം വേഗത്തിലാണ് ആളുകളിൽ നിന്ന് നമ്മൾ തെന്നിമാറുന്നത്. നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും ആരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എല്ലാം കൈവിട്ടു പോവുകയാണ്. ചുറ്റിനുമുള്ള ബന്ധങ്ങളെ തകരാതെ നോക്കണം കേട്ടോ. അവരാരും പഴഞ്ചന്മാരല്ല. അവരൊക്കെ ജീവിതാനുഭവങ്ങളുടെ വലിയ സമ്പത്ത് ഉള്ള മനുഷ്യരാണ്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. അവരോട് നന്ദിയുള്ളവരായിരിക്കാം. കാരണം അവർ കണ്ട സ്വപ്നമാണ് നീയും ഞാനും. ബന്ധങ്ങൾക്ക് വില നൽകാമടോ. അത് അച്ഛനായാലും അമ്മയ്ക്കായാലും സഹോദരനായാലും സൗഹൃദങ്ങൾക്കായാലും അത് നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. പിന്നെ ഈ ഒരു തലമുറയോട് നാം കാണിക്കുന്ന അവഗണനകളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം ഇന്നും നസ്രായൻ്റെത് തന്നെയാണ് കേട്ടോ. പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെയും ഒരു സമൂഹം ഇല്ലായ്മ ചെയ്തപ്പോൾ നസ്രായൻ പറയുന്നുണ്ട്, ഈ തലമുറ ഇതിന് കണക്ക് പറയേണ്ടി വരും. അതെ, നാം നൽകുന്ന അവഗണനകൾക്കെല്ലാം നമ്മുടെ തലമുറ തീർച്ചയായും കണക്ക് പറയേണ്ടി വരും. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.